ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്, ഹാപ്പി ഓണം. ഇന്ന് ഞങ്ങളുടെ ചെറിയൊരു വ്ളോഗാട്ടോ. ഫുൾ ഫാമിലി ഗെറ്റ് ടുഗദറാണ്. ഓണം പ്രമാണിച്ച് എല്ലാവരും കൂടെ ഒന്ന് ഒത്തുചേരാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് ഞങ്ങൾ ഓണം പ്രാവശ്യം നാട്ടിൽ വന്നപ്പം ആഘോഷിക്കുന്നത്. കുറേ കാലം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഓണം ഞങ്ങൾ ആഘോഷിക്കാമെന്ന് വിചാരിച്ച് എല്ലാവരും വിളിച്ചിട്ട് എല്ലാവരും കൂടെ ഒത്തിട്ട് ഒരു ഓണം സെലിബ്രേഷൻസ്. ഇത് കസിൻ സിസ്റ്ററാണ്, ഇത് കിച്ചു ആണ്, എൻ്റെ മോനാണ്. പിന്നെ ഇതൊരു കസിൻ ബ്രദറിൻ്റെ മോനാണ്. കസിൻ സിസ്റ്റേഴ്സും കസിൻ ബ്രദറിൻ്റെ വൈഫും കുട്ടിയും മോനും ഒക്കെ എല്ലാവരും കൂടിയിട്ടാണ് ഓണം പൂക്കളിടുന്നത് കേട്ടോ. അവരൊക്കെയാണ് ഇതിൻ്റെയൊക്കെ ആൾക്കാർ. ഓണം പൂക്കളൊക്കെ ഇടുന്നതിൻ്റെ തിരക്കിലാണ്. ഇതൊരു ആപ്പനാണ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ സിസ്റ്റർ ഹസ്ബൻഡാണ്. പിന്നെ അവരുടെ മോളാണ്, കസിൻ സിസ്റ്ററാണ്, മോനാണ്, അവളുടെ മോനാണ്. പിന്നെ ഇത് മാമനാണ്, മാമൻ്റെ മോളാണത്. പിന്നെ കുറേ കാലം കൂടിയിട്ടാട്ടോ ഇങ്ങനെ എല്ലാവരും ഒന്ന് ഒത്തുചേരുന്നതും ഇങ്ങനെ ഒരു മൊമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയാലൊക്കെ ഭയങ്കര സന്തോഷമുണ്ട്. കുറേ കാലമായിട്ട് ഞാൻ വിചാരിച്ചതാണ് ഇങ്ങനെ നാട്ടിൽ വരുമ്പം എല്ലാവരും കൂടെ ഒന്ന് ഒത്തുചേരണം എന്നൊക്കെ ഉള്ളത്. ഒരു ഹാപ്പിനെസ്, ഒരു ക്രിയേറ്റീവ് മൊമെൻറ്റ്സ് ഒക്കെ അല്ലേ നമുക്ക് ഇങ്ങനെയൊക്കെയല്ലേ എപ്പോഴെങ്കിലൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണല്ലോ ഇതൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു മെമ്മറബിൾ ആക്കണമെന്ന് വിചാരിച്ചിരുന്നു. അപ്പം അത് അവരൊക്കെ പൂവൊക്കെ ഇട്ട് അടിപൊളിയാക്കി. പിന്നെ ഒരു കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തു. എല്ലാവരെയും കൂടിയിട്ട് കുറച്ച് പേരൊക്കെ ആയിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. എല്ലാവരും ഉണ്ട്, ഓരോരോ ആൾക്കാരും ഇരിക്കുന്നതിനനുസരിച്ച് വരുന്നതനുസരിച്ച് പോകുന്നതനുസരിച്ചിട്ടൊക്കെ ഫോട്ടോസ് ഇടുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചു, ഓരോ ആൾക്കാരായിട്ടും ഓരോ ഗ്രൂപ്പായിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. സദ്യ ഉണ്ടാക്കി. ആക്ച്വലി ഇത് കിച്ചു കഴിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഞങ്ങളുടെ ടീം എല്ലാവരും ഉണ്ട്, കിച്ചുവും അവൻ്റെ കസിൻസും എല്ലാവരും. ഇപ്പം എല്ലാവരും ഓരോ ഇതായിട്ട് സദ്യ കഴിക്കുന്നതിൻ്റെ തിരക്കിലാണ്. ഇത് അച്ഛനാണ്, ഹസ്ബൻഡിൻ്റെ അച്ഛനാണ് ആക്ച്വലി. ഇത് നേരത്തെ നമ്മൾ കണ്ട കുറച്ച് ഫോട്ടോസിൻ്റെ ഭാഗമായിട്ടുള്ള ഇതാട്ടോ. ഞാനത് കുറച്ച് ആഡ് ചെയ്തെങ്കിൽ മാത്രം ക്ലിപ്സ്. ഇത് നൈറ്റിൽ ഞങ്ങൾ എടുത്തതാണ്, മെനഞ്ഞാന്ന് രാത്രി. ഇത് പിന്നെ കസിൻ ബ്രദേഴ്സൊക്കെയാണ്. ഇതും ഹസ്ബൻഡിൻ്റെ കസിൻ ബ്രദറാണ്, പോലീസാണ് ആൾ, ഫാമിലി. പിന്നെ ഇത് കിച്ചുവിൻ്റെ ഫ്രണ്ട്സും. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ഈ ഒരു ക്ലിപ്പ് കയറ്റിയെന്ന് വെച്ചാൽ ഇതൊരു മെമ്മറബിൾ മൊമെൻ്റ് ആയിക്കോട്ടെ. മോൻ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അവരുടെ ഫാമിലി വരുന്ന ഒരു മൊമെൻ്റാണ്. പിന്നെ സദ്യ, ഇതാണ് ഞങ്ങളുടെ സദ്യ വിളമ്പാനുള്ളൊരു പരിപാടിയിലായിരുന്നു ആക്ച്വലി. പിന്നെ ഞങ്ങളതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഗെയിം പരിപാടികളൊക്കെ ചെയ്തായിരുന്നു. ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് മ്യൂസിക്കൽ ചെയറാണ്. ഞങ്ങളെല്ലാവരും ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടിയിട്ട് കുറച്ച് നേരം കുറച്ച് കളികളും ചിരികളുമായിട്ട് തമാശകളൊക്കെ ആയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു. ശരിക്കും എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തൊരു മൊമെൻ്റായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ നമ്മൾ പിന്നെ എന്താ പറയുക, പിന്നെ സുന്ദരിക്കൊരു പൊട്ടുകുത്ത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് പക്ഷേ ഞാൻ വീഡിയോ എടുത്തില്ല. ആക്ച്വലി ഞാൻ അതിൻ്റെ ഇടയിൽ എന്തോ തിരക്കിലായിപ്പോയി. അതാ അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞത്. ഇത് ശരിക്കും മ്യൂസിക്കൽ ചെയർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എൻജോയ് ചെയ്തായിരുന്നു. എല്ലാവരും ചിരിച്ച് ഒരു വകയായിരുന്നു. പിന്നെ എന്താ പറയുക, പിള്ളേരല്ലേ, ഇത് രസമല്ലേ അവർക്കൊരു. എന്താ പറയുക, കിച്ചനൊക്കെ എന്ന് പറഞ്ഞാൽ ഇതുപോലെയൊക്കെ ഭയങ്കര റെയറായിട്ട് കിട്ടുന്ന മൊമെൻറ്റ്സാണ്. അതുകൊണ്ട് തന്നെ അത് ഞാനൊന്ന് കളർഫുള്ളാക്കാമെന്ന് വിചാരിച്ചു. പിന്നെന്താ പറയുക, ഇപ്പം നിങ്ങളുടെയൊക്കെ ഓണം എങ്ങനെയാണ്, എന്തായി, എവിടം വരെയായി, എങ്ങനെ പോകുന്നു? അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം കേട്ടോ. പിന്നെ അടുത്ത വർഷം ഇതുപോലെ തന്നെ ഇതിലും കൂടുതലായിട്ട് നമുക്കെല്ലാവർക്കും സന്തോഷിക്കാനും എൻജോയ് ചെയ്യാനും ദൈവം അനുഗ്രഹിക്കട്ടെ. അത്രയല്ലേ പറയാൻ പറ്റുള്ളൂ അല്ലേ. ഇപ്പം പിന്നെ ഓക്കെ. അപ്പോൾ ഇതൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മളെ വീഡിയോ അവസാനിക്കുന്നതാണ് കേട്ടോ. ബിക്കോസ് ഞാൻ ഇതിന് ശേഷമുള്ള വീഡിയോസൊന്നും ഞാൻ അധികം എടുത്തിട്ടില്ല, അതാണ് പറ്റിയത്.
കുറച്ചും കൂടെ വീഡിയോസ് ഉണ്ടായിരുന്നു, കുറച്ചും കൂടെ എടുക്കായിരുന്നു, കുറച്ചും കൂടെ മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. പക്ഷേ അന്നേരം ഓരോ തിരക്കിലായതുകൊണ്ട് എനിക്ക് ഈ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ആക്ച്വലി അതാ പറ്റിയത്. ഇത് ശരിക്കും നമ്മൾ എൻജോയ് ചെയ്തിട്ട് കളിച്ചൊരു ഇതാട്ടോ. നല്ല രസമുണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾക്ക് കണ്ടപ്പോൾ എന്ത് തോന്നി?